നമസ്കാരം. പ്രധാന വാർത്തകൾ. സിമന്റ് കടയിൽ കയറ്റിറക്ക യന്ത്രം സ്ഥാപിച്ചതിലെ തർക്കം. CITU സമരം. കച്ചവടം നിർത്തിയതായി വ്യാപാരി. പാലക്കാട് ഷൊർണൂരിൽ CITU സമരത്തെ തുടർന്ന് സിമന്റ് കച്ചവടം നിർത്തിയതായി വ്യാപാരി. ഷൊർണൂർ കുളപ്പള്ളി സ്വദേശി ജയപ്രകാശാണ് CITU സമരത്തെ തുടർന്ന് സിമന്റ് കച്ചവടം നിർത്തിയത്. കടയിൽ കയറ്റിറക്ക യന്ത്രം സ്ഥാപിച്ചതിനെ തുടർന്ന് CITU തൊഴിൽ സമരം ആരംഭിച്ചിരുന്നു. ലോഡ് ഇറക്കാൻ കഴിയാതെ വന്നതോടെയാണ് കച്ചവടം താൽക്കാലികമായി നിർത്തുന്നതെന്ന് ജയപ്രകാശ് പറഞ്ഞു. കുളപ്പള്ളിയിലെ സിമന്റ് കടയിൽ കയറ്റിറക്ക യന്ത്രം സ്ഥാപിച്ചതിനെ ചൊല്ലിയാണ് കടയുടെ മുന്നിൽ CITUവിന്റെ ഷെഡ് കെട്ടി സമരം തുടങ്ങിയത്. യന്ത്രം പ്രവർത്തിപ്പിക്കാൻ 2 ഓപ്പറേറ്റർ മാത്രം മതിയെന്നാണ് തൊഴിലുടമ പറയുന്നത്. എന്നാൽ യന്ത്രമുണ്ടെങ്കിലും ചാക്കുകൾ കയറ്റാനും ഇറക്കാനും കൂടുതൽ തൊഴിലാളികൾ വേണമെന്നും ഇതിന് അനുവദിക്കാത്തത് തൊഴിൽ നിഷേധമാണെന്നും പറഞ്ഞാണ് CITU സമരം. MM മണിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരും. CPI സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻമന്ത്രിയുമായ MM മണിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. വെന്റിലേറ്ററിൽ നിന്നും ICUവിലേക്ക് മാറ്റി. 2 ദിവസം കൂടി MM മണി തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരും. ആരോഗ്യനില തൃപ്തികരമെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു. മധുരയിൽ നടക്കുന്ന 24ാം പാർട്ടി കോൺഗ്രസിനിടെ ഇന്നലെ വൈകുന്നേരം 4 മണിയോടെയാണ് MM മണിക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായത്. ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അസുഖബാധിതരായി വിശ്രമത്തിലായിരുന്നു MM മണി. ഇതിനിടെയാണ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനായി മധുരയിൽ എത്തിയത്. സംസ്ഥാനത്ത് വീണ്ടും വീടുകളിൽ NIA റെയ്ഡ്. SDPI പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു. 5 SDPI പ്രവർത്തകരുടെ വീടുകളിലാണ് NIA റെയ്ഡ് നടത്തിയത്. മലപ്പുറം മഞ്ചേരിയിലുള്ള പ്രവർത്തകരുടെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു റെയ്ഡ്. 4 പേരെ NIA കസ്റ്റഡിയിലെടുത്തു. 4 വീടുകളിൽ നിന്ന് ഓരോരുത്തരെ വീതം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. ഇയാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നതെന്നും വിശദമായി ചോദ്യം ചെയ്ത ശേഷം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യമായാൽ വിട്ടയക്കുമെന്നുമാണ് NIA ഉദ്യോഗസ്ഥർ ഇവരുടെ വീട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. അർജുൻ ആയങ്കി പോലീസ് കസ്റ്റഡിയിൽ. പിടികൂടിയത് കഴക്കൂട്ടത്തെ ഗുണ്ടയുടെ വീട്ടിൽ നിന്നും. നിരവധി കേസുകൾ പ്രതിയായ അർജുൻ ആയങ്കിയെ തിരുവനന്തപുരത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴക്കൂട്ടത്തെ ഒരു വീട്ടിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തതെന്ന് കഴക്കൂട്ടം പോലീസ് അറിയിച്ചു. ഗുണ്ടാ പട്ടികയിൽപ്പെട്ട ആദർശിന്റെ വീട്ടിൽ നിന്നാണ് അർജുനെ കസ്റ്റഡിയിലെടുത്തത്. കരുതൽ തടങ്കലെന്നാണ് വിവരം. കുളത്തൂരുള്ള ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് റൌഡി ലിസ്റ്റിലുള്ള ആദർശിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയതാണ് പോലീസ്. ആദർശിനെ കരുതൽ തടങ്കലിലാക്കുകയായിരുന്നു ലക്ഷ്യം. ആ വീട്ടിലുണ്ടായിരുന്ന അർജുൻ ആയങ്കിയെയും കരുതൽ കസ്റ്റഡിയിലെടുത്തുവെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. എന്നാൽ താൻ ഉത്സവം കാണാൻ എത്തിയതെന്നാണ് അർജുന്റെ വിശദീകരണം. വിഷുക്കൈനീട്ടം റെഡി. ക്ഷേമ പെൻഷൻ 1 ഗഡു കൂടി അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ക്ഷേമാധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തെ പെൻഷനാണ് വിഷുവിന് മുമ്പ് വിതരണം ചെയ്യുന്നത്. ഇതിനായി 820 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. അടുത്തയാഴ്ച ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും. വിഷുവിന് മുമ്പ് മുഴുവൻ പേർക്കും പെൻഷൻ ലഭിക്കുമെന്ന് ഉറപ്പാക്കാൻ ധനകാര്യമന്ത്രി നിർദ്ദേശിച്ചു. 26 ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. IB ഉദ്യോഗസ്ഥരുടെ മരണം. ഒളിവിലുള്ള സുഹൃത്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി. യുവതിയുടെ സുഹൃത്തായിരുന്ന സുഗാന്ത് സുരേഷിനെതിരെയാണ് ബലാത്സംഗ കുറ്റം ചുമത്തിയത്. ലൈംഗിക പീഡനത്തിന് തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് നടപടി. സുഗാന്ത് സുരേഷിനെ കഴിഞ്ഞ ദിവസം കേസിൽ പ്രതി ചേർത്തിരുന്നു. ഒളിവിലുള്ള സുഗാന്ത് സുരേഷിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ സുഗാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. തിരുവനന്തപുരത്ത് സ്കൂട്ടർ അപകടം. കോർപ്പറേഷൻ ജീവനക്കാരൻ മരിച്ചു. നിയന്ത്രണം വിട്ട സ്കൂട്ടർ റോഡരികിലെ വൈദ്യുതി തൂണിലിടിച്ച് കോർപ്പറേഷൻ ജീവനക്കാരന് ദാരുണാന്ത്യം. തിരുവനന്തപുരം കോർപ്പറേഷൻ ജീവനക്കാരൻ പേയാട് ചെറുകോട് ദേവി മന്ദിരത്തിൽ MS മനോജ് കുമാറാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ തിരുമല പാങ്ങോട് സൈനിക മൈതാനത്ത് സമീപമായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട സ്കൂട്ടർ പോസ്റ്റിൽ ഇടിച്ചു കയറുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്നവർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പൂജപ്പുര പോലീസ് കേസെടുത്തു. ഭാര്യയുമായി വഴക്ക്. യുവാവ് ജീവനൊടുക്കി. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ച യുവാവ് ശേഷം തൂങ്ങി മരിച്ചു. പാലക്കാട് കൂറ്റനാട് കരിമ്പ പാലിക്കപ്പീടികയിലാണ് സംഭവം. മലപ്പുറം നടുവട്ടം പറവവാടത്ത് വളപ്പിൽ ഷൈബു ആണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. മദ്യപിച്ചെത്തി ഷൈബു ഭാര്യയെ സ്ഥിരം മർദ്ദിച്ചിരുന്നു. ഇതേ തുടർന്ന് ഭാര്യ കഴിഞ്ഞ കുറച്ചു നാളുകളായി പാലക്കാട്ടെ സ്വന്തം വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഭാര്യയുമായുള്ള പിണക്കം പറഞ്ഞു തീർത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എത്തിയതായിരുന്നു ഷൈബു. എന്നാൽ ഭാര്യ തിരികെ പോകാൻ തയ്യാറായില്ല. ഇതോടെ ഷൈബു പെട്രോൾ ഒഴിച്ച് തീകൊളുത്തുകയായിരുന്നു. സംഭവം കണ്ട ഭാര്യയുടെ ബന്ധുക്കൾ ഓടിയെത്തി തീയെടുത്തി. ഇതിന് പിന്നാലെ ബൈക്കുമായി ഷൈബു സ്ഥലത്ത് നിന്ന് പോയി. തുടർന്ന് ഭാര്യയുടെ ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തിരച്ചിലാണ്
പ്രദേശത്തെ കിണറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ ഷൈബുവിനെ കണ്ടെത്തിയത്. പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. വഖഫ് നിയമ ഭേദഗതി ബില്ല് കോൺഗ്രസിന്റെ സുപ്രധാന നീക്കം. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു. എംപിയും ലോക്സഭയിലെ കോൺഗ്രസ് വിപ്പുമായ മുഹമ്മദ് ജാവേദാണ് ഹർജി ഫയൽ ചെയ്തത്. ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുവെന്ന് ആരോപിച്ചാണ് ഹർജി ഫയൽ ചെയ്തത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 25, 26, 29, 300A എന്നിവ ബിൽ ലംഘിക്കുന്നുവെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. ED വിളിപ്പിച്ചെന്ന സൂചന. ഗോകുലം ഗോപാലൻ ചെന്നൈയിൽ. ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിൽ ED റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിൽ ഗോകുലം ഗോപാലൻ വൈകിട്ട് ചെന്നൈയിലെത്തുമെന്ന് വിവരം. ഗോകുലം ഗോപാലനെ വിളിപ്പിച്ചെന്നാണ് സൂചന. അതേസമയം ചെന്നൈയിലെ ഓഫീസിൽ പരിശോധന തുടരുകയാണ്. EDയുടെ കൊച്ചി, ചെന്നൈ യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ റെയ്ഡിൽ പങ്കെടുക്കുന്നുണ്ട്. കോഴിക്കോട്ടെ ഗോകുലം ഗ്രൂപ്പിന്റെ ഓഫീസിലും ED പരിശോധന നടത്തിവരികയാണ്. 24 ന്യൂസ് ചാനലിന്റെ ഡയറക്ടർ ബോർഡ് യോഗം നടക്കുന്നതിനാൽ ഗോകുലം ഗോപാലനും ഈ സമയത്ത് ഓഫീസിലുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ചെന്നൈയിലെ ഓഫീസിലും വീട്ടിലും ED പരിശോധന നടക്കുന്നുണ്ട്. കോടമ്പകത്ത് ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസിന്റെ കോർപ്പറേറ്റ് ഓഫീസിലും നീലാങ്കരയിലെ ഗോപാൽസിന്റെ ഓഫീസിലുമാണ് രാവിലെ മുതൽ പരിശോധന നടക്കുന്നത്. PMA, FEMA ചട്ടലംഘനങ്ങളിലാണ് അന്വേഷണമെന്നാണ് വിവരം. വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പ് അന്വേഷണങ്ങളുടെ തുടർച്ചയായാണ് പരിശോധന.